നമസ്കാരം. PSC റെവല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിലെ സെക്കൻഡ് മൊഡ്യൂളായ NTPS ആക്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് NTPS ആക്ട് സെക്കൻഡ് മൊഡ്യൂൾ ഫുൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ ഇന്നത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് ഒരു ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് മൊഡ്യൂളും ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു വന്നോളാം. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഈ NTPS ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ക്രൈംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സെക്ഷൻ 20, സെക്ഷൻ 21, 22, 50. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇങ്ങനെ എടുത്തു പറയുന്ന കാര്യങ്ങളിലെ സിലബസിൽ എടുത്തു പറയുന്ന സെക്ഷൻസ് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അത് ഓരോ സെക്ഷൻസും എന്താണെന്നും അതിൻ്റെ ശിക്ഷ എന്താണെന്നും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ നോക്കാം. ഫസ്റ്റ് സെക്ഷൻ 20 ആണ്. സെക്ഷൻ 20 ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി ഒന്ന് പറയാം. അപ്പോൾ സെക്ഷൻ 20 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ നാച്ചുറൽ ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. അതേതാണ് നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ, കഞ്ചാവ് ചെടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കഞ്ചാവ് ചെടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 20 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിയമവിരുദ്ധമായിട്ട് കഞ്ചാവ് ചെടിയിലെ കൃഷി ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴയുമാണ് കേട്ടോ. അപ്പോൾ 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് എന്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്? ഈ ഒരു അല്ലെ കഞ്ചാവ് ചെടി നിയമവിരുദ്ധമായിട്ട് വളർത്തിയെടുത്താലുള്ള ശിക്ഷ. ഓക്കെ, അപ്പൊ കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ശിക്ഷ പഠിച്ചു വെച്ചേക്കുക. രണ്ടാമത്തത് കഞ്ചാവുമായി ബന്ധപ്പെട്ട് അത് കൈവശം വെക്കുക, അത് ആർക്കെങ്കിലും അല്ലെ വിൽക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? ആ ശിക്ഷ നമുക്ക് 3 രീതിയിലാണ് പറയാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാണത്? ഒന്ന് നമ്മൾ പറഞ്ഞില്ലേ, സ്മോൾ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. അതൊക്കെ എത്രയാണ് അളവ് എന്ന് നമ്മൾ പ്രത്യേകം ഓരോ ബോക്സ് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്മോൾ ക്വാണ്ടിറ്റിയും അതുപോലെ മീഡിയം ക്വാണ്ടിറ്റിയും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയും ഒക്കെ പറയുന്നത് എന്തിനാണ് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഓരോ കേസ് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പിടിക്കപ്പെടുന്ന ആൾക്ക് അല്ലെ അയാളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് അവർക്ക് ശിക്ഷ വിധിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അയാളുടെ കയ്യിൽ സ്മോൾ ക്വാണ്ടിറ്റിയുടെ അളവിലാണ് ഉള്ളതെങ്കിൽ അതിനുള്ള ശിക്ഷയായിരിക്കും. ഇയാളുടെ കയ്യിൽ ഒരു മീഡിയം ക്വാണ്ടിറ്റി ആണെങ്കിൽ അല്ലെ ആ ക്വാണ്ടിറ്റി ഒക്കെ എത്രയാന്ന് കൃത്യമായിട്ട് ഓരോ ഡ്രഗ്സിന്റെയും നമ്മൾ ബോക്സ് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ആ ഓരോ ക്വാണ്ടിറ്റിയിലുമുള്ള അളവിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അല്ലേ നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റി ആദ്യം നോക്കണം. അതായത് ഈ ഒരു കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപഭോഗമോ അതിൻ്റെ വിൽപ്പനയോ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നോക്കും അല്ലേ. ആ ക്വാണ്ടിറ്റി ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ അയാൾക്കുള്ള ശിക്ഷ എന്താണ്? 1 വർഷം തടവ് അല്ലേ, 1 വർഷം തടവും. ഓക്കെ, 1 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് എന്തിനുള്ളത്? സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ കൊടുക്കേണ്ട പിഴ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മീഡിയം ക്വാണ്ടിറ്റി അല്ലേ, അതായത് സ്മോൾ ക്വാണ്ടിറ്റിൻ്റെയും അതുപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിൻ്റെയും ഇടയിൽ വരുന്നതാണ് മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 10 വർഷം അല്ലേ, 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് അല്ലേ. ഇവിടെ ശിക്ഷ കൂടി കൂടി വരികയാണ് അല്ലേ. ഓരോ സ്മോൾ ക്വാണ്ടിറ്റി കഴിഞ്ഞ് മീഡിയം ക്വാണ്ടിറ്റി അതുപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പം സ്മോൾ ക്വാണ്ടിറ്റിയിൽ 1 വർഷമായിരുന്ന തടവ് അത് മീഡിയം ക്വാണ്ടിറ്റിയിൽ എത്തുമ്പോഴേക്ക് എത്രയായി? 10 വർഷമായി അല്ലേ. പിഴയാണെങ്കിൽ 10,000 ഉള്ളത് ഇവിടെ എത്രയായി? 1 ലക്ഷം രൂപയായി. ഇനി കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിലോ എത്രയാണ്? കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ അല്ലേ 10 മുതൽ 20 വർഷം വരെ എന്താവുന്നുണ്ട്? തടവ് കൊടുക്കുന്നുണ്ട് അല്ലേ. 10 മുതൽ 20 വർഷം വരെ തടവും അതിൻ്റെ കൂടെ തന്നെ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ പിഴയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം വാണിജ്യ ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 വർഷം മുതൽ 20 വർഷം വരെ തടവും അതുപോലെ തന്നെ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും എന്തിനു കൊടുക്കാറുണ്ട്? ഇത് വാണിജ്യ ക്വാണ്ടിറ്റി ആണെങ്കിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 20 എന്തുമായി ബന്ധപ്പെട്ടതാ? ഈ ഒരു കഞ്ചാവ് ചെടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമലംഘനങ്ങൾക്കുള്ള വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 20 എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ശിക്ഷകളെ പറ്റി കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ശിക്ഷകളൊക്കെ ഏകദേശം അല്ലേ ഈ സ്മോൾ ക്വാണ്ടിറ്റിയും മീഡിയം ക്വാണ്ടിറ്റിയും അതുപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയും ഒക്കെ സെയിം തന്നെയായിരിക്കും ഓരോരോ കേസിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെയായിരിക്കും വരിക കേട്ടോ. അപ്പം ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 21. ഓക്കെ, സെക്ഷൻ 21 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്?
അതായത് സിന്തറ്റിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 21 എന്ന് പറയുന്നത് അല്ലെ. ഉൽപ്പാദിപ്പിച്ച മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന നിയമലംഘനങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. നാച്ചുറൽ ഡ്രഗ്സ് ഉണ്ട്, അതുപോലെ സിന്തറ്റിക് ഉണ്ട്, സെമി സിന്തറ്റിക് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതല്ലേ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് അല്ലെ. കൃഷിയൊക്കെ ചെയ്തെടുത്ത് ഉണ്ടാവുന്ന ഡ്രഗ്സ് ആണ് എന്ത്, ഇപ്പൊ കഞ്ചാവ് പോലെയൊക്കെ ഉള്ളത് അല്ലെ. കഞ്ചാവ്, കറുപ്പ്, അതൊക്കെ എന്താണ്, നാച്ചുറൽ ഡ്രഗ്സ് ആണ്. സെമി സിന്തറ്റിക് ആണെങ്കിലോ അല്ലെ, ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഉണ്ടായി എടുക്കുന്ന ഡ്രഗ്സിനെ എന്ത് ചെയ്യുന്നു, ചില രാസപ്രക്രിയയിലൂടെ അതിലെ ഘടകങ്ങളൊക്കെ മാറ്റിയിട്ട് വേറെ രൂപത്തിലാക്കി എടുക്കുക അല്ലെ, വേറൊരു ഡ്രഗ്സ് ആക്കി മാറ്റിയെടുക്കുന്നതാണ് സെമി സിന്തറ്റിക് എന്ന് പറയുന്നത്. ഇനി സിന്തറ്റിക് ആണെങ്കിലോ അത് പൂർണ്ണമായിട്ടും എന്താണ്, രാസപ്രക്രിയയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മുടെ MDMA ഒക്കെ പോലെ അതൊക്കെ എന്താണ്, സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷൻ അല്ലെ, അതിന്റെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനാണ് ഏതില്, സെക്ഷൻ 21 എന്ന് പറയുന്നത്. അതായത് ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമലംഘനമാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 21 പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അല്ലെ, ഇതിന്റെ ഇങ്ങനത്തെ സിന്തറ്റിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ കൈവശം വെക്കുക, അത് അല്ലെ അത് ആർക്കെങ്കിലും കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ കയറ്റുമതി, ഇറക്കുമതി, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ട് നടക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് സെയിം ശിക്ഷയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, അതുപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലേ. സ്മോൾ ക്വാണ്ടിറ്റി എന്താണ്, 1 വർഷം തടവും അതുപോലെ 10,000 രൂപ അല്ലെ. സെയിം തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ള അതേ ശിക്ഷ തന്നെ ഇവിടെയും കൊടുത്തിട്ടുള്ളത് സ്മോൾ ക്വാണ്ടിറ്റി കേസിൽ കേട്ടോ. അടുത്തത് മീഡിയം ക്വാണ്ടിറ്റി അങ്ങനെ തന്നെയാണ്, ഇതേ തന്നെയാണ്, മുന്നേ പറഞ്ഞ മീഡിയം ക്വാണ്ടിറ്റിയിലുള്ള അതേ ശിക്ഷയാണ് ഇവിടെയും കൊടുക്കുന്നത്. എത്രയാണ്, 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. പിന്നെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിലോ 10 മുതൽ 20 വർഷം വരെ തടവും, പിന്നെന്താണ് 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ഇതിനും ഈടാക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ സെക്ഷൻ 21 എന്താന്ന് മനസ്സിലായില്ലേ. 20, 21 മാറരുത്. 20 കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 21 എന്താണ്, സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമലംഘനം ഉണ്ടായി കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് സെക്ഷൻ 21 പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 22. ഓക്കെ, സെക്ഷൻ 22 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, സെക്ഷൻ 22 സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് നിയമലംഘനം ഉണ്ടായാലുള്ള ശിക്ഷയെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 22 എന്ന് പറയുന്നത് അല്ലെ. സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ സിന്തറ്റിക് ഡ്രഗ്സിൽ പെടുന്നതാണ് അല്ല, സോറി, സിന്തറ്റിക് അല്ല, സെമി സിന്തറ്റിക്കിൽ പെടുന്നതാണ്. നമ്മുടെ കൊക്കൈന്, മോർഫിന്, ഹെറോയിന്, അതൊക്കെ എന്താണ്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങളാണ്. ഓക്കെ, അതൊക്കെ അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന നിയമലംഘനം ഉണ്ടായാലുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് ഏത്, സെക്ഷൻ 22 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അല്ലെ സെയിം തന്നെയാണ്, ചെറിയ അളവ് അല്ലെ. അതായത് സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 വർഷം അല്ലെ, 1 വർഷം തടവും 10,000 രൂപ പിഴ അല്ലെ. 1 വർഷം തടവും 10,000 രൂപ പിഴയും. പിന്നെ മീഡിയം ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്താണ്, 10 വർഷം അല്ലെ, 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് അല്ലെ. സെയിം, നമ്മളിപ്പോൾ ഒന്ന് പഠിച്ചതല്ലേ ബാക്കിയുള്ളതിനൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിലോ 10 വർഷം മുതൽ 20 വർഷം വരെ തടവും, പിന്നെന്താണ് 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഓക്കെ, അപ്പൊ 20, 21, 22 ക്ലിയർ അല്ലേ. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കട്ടോ. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ആണ്, അതുകൊണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. ഇനി അടുത്തൊരു സെക്ഷനാണ്, സിലബസിൽ പറഞ്ഞ സെക്ഷൻ തന്നെയാണ്, സെക്ഷൻ 50. ഓക്കെ, സെക്ഷൻ 50 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, സെക്ഷൻ 50 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, NTPS ആക്ടിലെ സെക്ഷൻ 50 എന്തിനെ കുറിച്ചിട്ടാണ് അല്ലെ, ദേഹ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് എന്താ, സെക്ഷൻ 50 എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാലേ, നിങ്ങൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഡ്രഗ്സുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് വണ്ടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇവരെന്ത് ചെയ്യും, ഇവരെ ദേഹപരിശോധന നടത്തും അല്ലെ. ഈ ദേഹപരിശോധന നടത്തണമെങ്കിൽ അല്ലെ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ വെച്ചിട്ട് നടത്താറ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ അദ്ദേഹമാണ് തയ്യാറാക്കാറ്. അപ്പൊ ചില സമയത്ത് അല്ലെ ഏതെങ്കിലും വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാരൊക്കെ വന്നിട്ട് അല്ലെ ഒരു വണ്ടീന്റെ മുകളിൽ ഇരുന്നിട്ടൊക്കെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പല സിനിമകളിലൊക്കെ അത് കാണാറുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു കേസ് പിടിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ദേഹപരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു ദേഹപരിശോധന നടത്തേണ്ട വ്യവസ്ഥകളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഏത്, സെക്ഷൻ 50 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സെക്ഷൻ 50 എന്തിനെ കുറിച്ചിട്ടാണ്, ദേഹപരിശോധനയെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ട് ഇതാരാ ചെയ്യുന്നത് അല്ലേ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ അല്ലേ, നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഗസറ്റഡ് ഓഫീസർ അല്ലെ, ഒന്നെങ്കിൽ ഗസറ്റഡ് ഓഫീസറോ അല്ലെങ്കിൽ അടുത്തുള്ള അല്ലെ, എവിടുന്ന അയാളെ പിടിച്ചത് അതിന്റെ അടുത്തുള്ള മജിസ്ട്രേറ്റിന്റെ അടുത്തേക്കോ അടുക്കലേക്ക്
ആണ് എന്തിനു കൊണ്ടുപോകേണ്ടത്? ദേഹപരിശോധനയ്ക്ക് കൊണ്ടുപോവേണ്ടത്. ഓക്കെ, ഒന്നെങ്കിൽ ആരാവണം? ഒരു ഗസറ്റഡ് ഓഫീസർ ആവണം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്കാണ് ഈ ദേഹപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവേണ്ടത്. ഇനി ഇങ്ങനെ ഒരു പിടിക്കുന്ന വ്യക്തി ഒരു സ്ത്രീ ആണെങ്കിൽ അല്ലെ, ഒരു സ്ത്രീയാണ് ഇങ്ങനെ പിടിക്കുന്നതെങ്കിൽ അതിന് ദേഹപരിശോധന നടത്തേണ്ടത് സ്ത്രീ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ സ്ത്രീയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദേഹപരിശോധന നടത്തേണ്ടത് അല്ലെ സ്വാഭാവികമായിട്ടും ആരായിരിക്കണം? സ്ത്രീ തന്നെ ആയിരിക്കണം കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയല്ലേ ദേഹപരിശോധന നടത്തിയ റിപ്പോർട്ട് അല്ലെ, ആ റിപ്പോർട്ട് അവരുടെ മേലുദ്യോഗസ്ഥന് 72 മണിക്കൂറിനുള്ളിൽ അയച്ചു കൊടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 72 മണിക്കൂർ അല്ലെ. 72 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് അല്ലെ. അപ്പൊ 24 × 3 അല്ലെ, 3 ദിവസമാണ് 72 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അതത് മേലുദ്യോഗസ്ഥന് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ഓക്കെ, അപ്പം സെക്ഷൻ 50മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 50 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? ഇതുമായി നിയമലംഘനവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന വ്യക്തിനെ അല്ലെ എന്ത് ചെയ്യണം? ദേഹപരിശോധന ചെയ്യണം. ഈ ദേഹപരിശോധന നടത്തേണ്ടതിലെ ആരുടെ സാന്നിധ്യത്തിലാണ്? ഒരു ഗസറ്റഡ് ഓഫീസർ, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നത് വരെ ആ ഒരു പിടിച്ച പ്രതിയെ എന്ത് ചെയ്യണം? നമ്മുടെ അല്ലെ ഈ എക്സൈസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലായിരിക്കണം കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. പിന്നെ സ്ത്രീകളാണെങ്കിൽ അല്ലെ, സ്ത്രീകളെയാണ് പിടിച്ചതെങ്കിൽ ആ ഒരു സ്ത്രീ ഉദ്യോഗസ്ഥ തന്നെയാവണം അവരെ പരിശോധിക്കേണ്ടത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 72 മണിക്കൂറിനുള്ളിൽ ആർക്ക് സമർപ്പിക്കണം? ഇതുമായി ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന് സമർപ്പിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? 20ഉം 21ഉം 22ഉം ഇപ്പൊ 50ഉം സെറ്റ് അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ഭാഗം നമുക്ക് കുറച്ച് ക്രൈംസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പം അതും കൂടി നോക്കാം. എല്ലാ കാര്യങ്ങളൊന്നും വേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഒന്നാമത്തെ ഒരു കുറ്റം നോക്കാം. ലൈസൻസ് ഇല്ലാതെയുള്ള കറുപ്പ്, അതുപോലെ കഞ്ചാവ് അല്ലെങ്കിൽ കൊക്കോ ചെടികളുടെ കൃഷി ചെയ്താലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ കഞ്ചാവിന്റെ കേസ് നമ്മൾ പറഞ്ഞു അല്ലേ? ലൈസൻസ് ഇല്ലാതെ കഞ്ചാവ്, കറുപ്പ്, അതുപോലെ തന്നെ കൊക്കോ ചെടിയൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്താണ്? 10 വർഷം അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ഓക്കെ, അതായത് ലൈസൻസ് ഇല്ലാതെ കഞ്ചാവ് ആണെങ്കിലും, അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രഗ്സുകൾ അല്ലെ, അത് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം, അങ്ങനെ ലൈസൻസ് ഒന്നും ഇല്ലാതെ. അപ്പൊ അതിന്റെ ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ഇനി അടുത്തത്, ഇനി ഒരു ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ കറുപ്പാണെങ്കിൽ കറുപ്പ് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തട്ടിയെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്താണ്? അത് കുറച്ചും കൂടി കൂടുതലാണ്. 10 മുതൽ 20 വർഷം വരെ കഠിന തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. എന്താണ്? 10 മുതൽ 20 വർഷം വരെ തടവും 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് കേട്ടോ. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യാം? ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് എന്താന്ന് പറയുന്നത്? എല്ലതും നമുക്ക് ആവശ്യമുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് സെക്ഷൻ 25 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിഞ്ഞുകൊണ്ട് ഒരാളുടെ സ്ഥലം ഒരു കുറ്റം ചെയ്യുന്നതിന് അനുവദിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരാളുടെ സ്ഥലം അല്ലേ, അയാളല്ല ആ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്പോൾ കഞ്ചാവ് കൃഷി ചെയ്യേ അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അല്ലേ, അത് അയാളുടെ സ്ഥലത്ത് അയാളല്ല ചെയ്യുന്നത്, അയാളുടെ അനുമതിയോട് കൂടിയിട്ട് വേറൊരു ആൾക്കാരാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ ശിക്ഷ എന്താണല്ലേ? ആ അറിഞ്ഞുകൊണ്ടല്ലേ ആ സ്ഥലം അയാൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് അയാൾക്കും ശിക്ഷ ഉണ്ടാകും. അയാൾക്ക് ഉള്ള ശിക്ഷ എന്താണ് അല്ലേ? 10 വർഷം മുതൽ 20 വർഷം വരെയാണ് തടവിട്ട. ഒക്കെ വലിയ വലിയ ശിക്ഷകളാണ്, ഓർത്ത് വെച്ചേക്കണം അല്ലേ? അറിഞ്ഞുകൊണ്ട് ഒരാളുടെ സ്ഥലം ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് അനുവദിച്ചാലും ശിക്ഷ വലുത് തന്നെയാണ്. 10 മുതൽ 20 വർഷം വരെ തടവും, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട സെക്ഷനും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സെക്ഷൻ 25 ആണ്. ഓക്കെ, സെക്ഷൻ 25 ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത് സെക്ഷൻ ആണ് കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ അടുത്തൊന്ന് അല്ലെ, കുറ്റവാളികൾക്ക് അഭയം നൽകുകയോ അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടാൻ മറ്റു ധനസഹായമൊക്കെ നൽകി കഴിഞ്ഞാലുള്ള ശിക്ഷ. ഓക്കെ, ഇപ്പൊ കുറ്റവാളിനെ സംരക്ഷിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ശിക്ഷയും സെയിം ശിക്ഷ തന്നെയാണ്. 10 വർഷം മുതൽ 20 വർഷം വരെ തടവും 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് സ്ഥലം കൊടുത്താൽ അല്ലെ, ഈ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുക, അതുപോലെ തന്നെ കുറ്റവാളികളെ അവരെ സംരക്ഷിച്ച് വെക്കുക, ഇതിനൊക്കെ എന്താണ് ശിക്ഷ? സെയിം ആണ്. 10 മുതൽ 20 വർഷം വരെ തടവിലെ വലിയ ശിക്ഷയാണ് ഇങ്ങനെ സഹായം ചെയ്തു കൊടുത്താൽ പോലും ലഭിക്കുന്നത്. അപ്പൊ പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം. കുറ്റവാളികൾക്ക് അഭയം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇതേ ശിക്ഷ തന്നെയാണ് അല്ലേ? 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് കേട്ടോ. ആ ഒരു സെക്ഷനും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഏതാണ്? സെക്ഷൻ 27A. ഓക്കെ, സെക്ഷൻ
27A എന്തിനെ പറ്റി പറയുന്നതാണ്? കുറ്റവാളികളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. കാരണം ഇപ്പോൾ ഒക്കെ നടക്കുന്ന ഒരുപാട് കേസുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻസ് അടിസ്ഥാനത്തിലാണ് അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നമുക്ക് ശിക്ഷ പഠിക്കാൻ വളരെ എളുപ്പമാണല്ലേ. അധികം എന്താണ് 10 മുതൽ 20 വർഷം വരെയുള്ള തടവുകൾ തന്നെയായിരിക്കും ഇങ്ങനത്തെ കേസിലൊക്കെ വരുന്നത്. പിന്നെ ആ സെക്ഷൻസ് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഒരു കുറ്റമാണ് കുറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുക, അതുപോലെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടത്തുക അല്ലേ. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് കുറ്റം ചെയ്യുന്ന അതേ ശിക്ഷ തന്നെയാണ് കൊടുക്കാറ് അല്ലേ. കുറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുക, അതുപോലെ കുറ്റം ചെയ്യാൻ വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുക, പിന്നെന്താണ് ഗൂഢാലോചന നടത്തുക അല്ലേ. ഗൂഢാലോചന നടത്തിയാൽ പോലും അല്ലേ കുറ്റം ചെയ്തതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കുറ്റത്തിനുള്ള അതേ ശിക്ഷ തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പൊ കുറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയാൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏതാണ്? സെക്ഷൻ 28 ആണ് കേട്ടോ. അപ്പൊ സെക്ഷൻ 28 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? കുറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയാലുള്ള ശിക്ഷ. ഓക്കെ, കുറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയാലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 28 ആണ്. ഗൂഢാലോചന നടത്തിയാലോ 29. ആ ഓർഡറിൽ പഠിക്കുക 28ഉം 29ഉം. എന്താണ് 28? കുറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുക. സെക്ഷൻ 29 ഗൂഢാലോചന അല്ലെ, പ്രേരിപ്പിക്കുക, അതുപോലെ ക്രിമിനൽ ഗൂഢാലോചന ഒക്കെ നടത്തി കഴിഞ്ഞാലുള്ള ശിക്ഷയും ഏതാണ്? ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാ ചോദിച്ചാൽ ഏതാ? സെക്ഷൻ 29 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. ഓക്കെ, ഇതുപോലെ തന്നെ കുറ്റം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ കുറ്റത്തിന് കൊടുക്കുന്ന ശിക്ഷയുടെ പകുതി ശിക്ഷ എന്തിനു കൊടുക്കും? ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാലും കൊടുക്കും. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. കുറ്റം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? കുറ്റം ചെയ്യുന്ന അതേ ശിക്ഷയുടെ പകുതി ശിക്ഷ എന്ത് ചെയ്യും? കൊടുക്കും. ഓക്കെ, അപ്പൊ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാൽ എന്താണ്? ശിക്ഷയുണ്ട് കേട്ടോ. അല്ലാതെ കുറ്റം ചെയ്തെന്ന് വെച്ചിട്ട് കാത്തിരിക്കുന്നില്ല. കുറ്റം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? അതിന് ശിക്ഷയുണ്ട് കേട്ടോ. അടുത്തത് ഈ കുറ്റം അല്ലേ ആവർത്തിക്കുക. ഒരു പ്രാവശ്യം പിടിച്ചു, അതിന് ശിക്ഷ കിട്ടി, വീണ്ടും ഇതന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അല്ലെ? കുറ്റത്തിനുള്ള 1.5 ഇരട്ടി വരെ ശിക്ഷ ലഭിക്കും അല്ലെ. അപ്പൊ കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ്? അതിന്റെ 1.5 ഇരട്ടി വരെ എന്ത് ചെയ്യും? ശിക്ഷ കൊടുക്കും. എന്തിന്? കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ആ സെക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കാം അല്ലെ. കുറ്റം ആവർത്തിച്ചാലുള്ള ശിക്ഷ സെക്ഷൻ 31 ആണ്. ഓക്കെ, സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 31 ആണ്. കുറ്റത്തിനുള്ള ഇരട്ടി ശിക്ഷയും അതോടൊപ്പം തന്നെ ചില കേസുകളിൽ വധശിക്ഷ വരെ കൊടുക്കാറുണ്ട് ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ. അതും കൂടി ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും എടുത്ത ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന്, ബോക്സിലുള്ള കാര്യം ഒന്നുകൂടി പറയാം അല്ലെ. ഒന്ന് നമ്മൾ പറഞ്ഞു, ലൈസൻസ് ഇല്ലാതെ കറുപ്പ് കഞ്ചാവൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ അതിനുള്ള ശിക്ഷ എന്താ? 10 മുതൽ 20 വർഷം വരെ തടവും. എത്രയാണ്? 1 ലക്ഷം രൂപ. 10 വർഷം മുതൽ 20 ഇല്ല കേട്ടോ, 10 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ഈ ലൈസൻസ് ഉള്ള കർഷകരിൽ നിന്ന് തട്ടിയെടുത്താലാണ് 10 മുതൽ 20 വർഷം വരെ തടവും 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും വരുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞത് ഏതാണ്? അടുത്തത് പറഞ്ഞത് അല്ലെ, അറിഞ്ഞുകൊണ്ട് ഒരാളുടെ സ്ഥലം അല്ലെ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാലും അയാൾക്കും വലിയ ശിക്ഷയാണ്. 10 മുതൽ 20 വർഷം വരെ തടവാണ്. അതുപോലെ അല്ലെ കുറ്റവാളികൾക്ക് അഭയം കൊടുക്കുക, അവർക്ക് രക്ഷപ്പെടാനുള്ള ധനസഹായമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും 10 മുതൽ 20 വർഷം വരെ തടവും 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ്. പിന്നെ ഏതാ പറഞ്ഞത്? കുറ്റം ചെയ്യാനുള്ള പ്രേരണ അല്ലെ, അതിനുള്ള ഗൂഢാലോചന അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാലും കുറ്റത്തിനുള്ള അതേ ശിക്ഷ തന്നെയാണ് കൊടുക്കാറുള്ളത് അല്ലെ. കുറ്റകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാലും എന്താണ്? കുറ്റത്തിന്റെ പകുതി ശിക്ഷ എന്ത് ചെയ്യും? കൊടുക്കും. ഇനി ഒരു കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാലോ? കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ കുറ്റത്തിനുള്ള ശിക്ഷയുടെ 1.5 ഇരട്ടി വരെ ശിക്ഷ എന്ത് ചെയ്യും? വീണ്ടും കൊടുക്കും. അപ്പം അതും കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതോട് കൂടിയിട്ട് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാം. ഇപ്പോൾ ഓരോ പോർഷൻ കഴിയുന്തോറും നമുക്ക് ലോഡ് കൂടി വരും. അപ്പോൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓരോ ദിവസം പഠിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ തരുന്നുള്ളൂ. അപ്പം അതെന്ത് ചെയ്യുക? വൃത്തിയിൽ പഠിച്ചു പോവുക. ഇനി നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂള് ഉടൻ തന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക്